ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. സാധാരണ പുട്ടുണ്ടാക്കുന്നത് പച്ചരിയും കൊണ്ടാണ്. ഈ ചെമ്പാപ്പൂട്ട് ഉണ്ടാക്കുന്നത് കുത്തരിയും കൊണ്ടാണ് ഈ പുട്ടുണ്ടാക്കുന്നത്. ഈ ചെമ്പാപ്പൂട്ടിന്റെ പൊടിയൊക്കെ കടയിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ വേണ്ടി കിട്ടും. എന്നാലും വീട്ടില് ഈ പൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് നമുക്കിവിടെ ചെമ്പാപ്പൂട്ട് ഫ്രഷ് ആയിട്ടുള്ള പൊടിയും കൊണ്ട് ഈ ചെമ്പാപ്പൂട്ട് ഉണ്ടാക്കാം. സാധാരണ പുട്ടിന്റെ കളറ് വെള്ള കളറാണ്. ഈ ചെമ്പാപ്പൂട്ടിന്റെ കളറ് ഒരു ചുവന്ന കളറായിരിക്കും. പച്ചരി ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഈ കുത്തിരി ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കണം. അങ്ങനെ ഞാനിവിടെ കുത്തരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ടുണ്ട്. പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ പുട്ടാക്കാന്ന്. ഈ കുതിർത്തിയെടുത്തേക്കണ അരി വെള്ളം വാലാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കണം. ഇത് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകണം. എന്നിട്ട് വേണം ഈ അരി നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഓട്ടയുള്ള പാത്രത്തിലേക്ക് ഈ കുതിർത്തി വെച്ചേക്കണ അരി ഇടുക. ഈ അരി നന്നായിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ടിട്ട് കുതിർത്താൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ അരിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം വാർന്നു പോകാണ്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് ആ അരി നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് വെള്ളം എങ്ങാനും ഉണ്ടെങ്കിൽ അരി വറുത്തെടുക്കുമ്പോൾ അരിയിൽ കൂടുതൽ തരി ഉണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പുട്ടിൻ്റെ പൊടി പൊടിച്ചെടുക്കുമ്പോൾ എപ്പോഴും ചെറുതായിട്ടൊരു തരി വേണം. നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കരുത്. അപ്പോൾ ഈ അരിയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട്. ഇതൊരു മിക്സിയിലിട്ടിട്ട് ഇത് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഈ അരി ചെറിയ തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഇത് നമ്മൾ അരിപ്പൊടി ഇടാനെടുക്കുന്ന പാത്രവും പിന്നെ മിക്സിയൊക്കെ ആയിരുന്നാലും വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ പാത്രത്തിലേക്ക് ഇടാം നമുക്ക്. ഈ ബാക്കിയുള്ള അരിയും ഇങ്ങനെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ അരിയെല്ലാവരും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. ഈ പൊടി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പൊടി ചേർക്കുക. ഈ പൊടി വറുത്തെടുക്കുക. ഈ പൊടി എപ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ പൊടി നന്നായിട്ട് വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ പോയിട്ട് പൊടി നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ അരിപ്പൊടി ഒരു 3/4 ഭാഗം വറുത്തെടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ട് കൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 3/4 ഭാഗം വറുത്താൽ മതി. ഈ പൊടിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ആ പൊടി നന്നായിട്ട് വറുക്കണം, അല്ലെങ്കിൽ പൊടി നാശമായി പോകും. ഇതേപോലെ ഒരു 3/4 ഭാഗം നമ്മൾ പൊടി വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഇത് ഫ്രിഡ്ജിൽ കേടാവാതിരിക്കും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ പൊടി നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് പുട്ടിൻ്റെ പൊടിക്ക് നനച്ചെടുക്കണ പോലെ നനച്ചെടുക്കുക. ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക. ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ട് ഈ അടിയിൽ കിടക്കുന്ന പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ പുട്ടിൻ്റെ പൊടി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഈ പൊടി നമ്മളിതിങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നാറ് ഇതിനകത്ത് വലിയ വലിയ തരികളൊക്കെ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. ഇത് നമുക്ക് പുട്ടിന് നനച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുട്ട് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. പുട്ട് നനയ്ക്കുമ്പോൾ വെള്ളത്തിലാണ് ഉപ്പിടേണ്ടത്. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കണം, ഉപ്പ് പാകത്തിലാണോ എന്ന്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. സാധാരണ ടാപ്പിൽ വരുന്ന വെള്ളം എടുത്താൽ മതി. ഇത് പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഈ പൊടി നനച്ചെടുക്കാം. ഏറ്റവും ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതേപോലെ നമ്മൾ ഫ്രഷായിട്ട് പൊടിയിനെ വറുത്തെടുത്തിട്ട് ആ പൊടി നമ്മൾ നനച്ചെടുക്കുമ്പോൾ ആ പൊടിക്ക് നല്ല സ്മെല്ലായിരിക്കും. പക്ഷെ കടയിൽ നിന്ന് നമ്മൾ പൊടി വാങ്ങിച്ചിട്ട് ഇതിങ്ങനെ നനച്ചെടുക്കുമ്പോൾ ആ പൊടിക്ക് അങ്ങനെ സ്മെല്ലുണ്ടാവില്ല. ഈ പൊടി നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടി നനച്ചെടുക്കുന്ന പാകം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ
ഈ പുട്ട് ഇങ്ങനെ നനച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് പിടിച്ച് നോക്കണം. അപ്പോൾ കയ്യിൽ വെക്കുമ്പോൾ ഇതേപോലെ പിടിക്കാനും കിട്ടണം. ഇത് നമ്മളിങ്ങനെ ഇടുമ്പോൾ ഇതേപോലെ പൊടിഞ്ഞ് പോവുകയും വേണം. അതാണ് ആ പുട്ട് നനച്ചെടുക്കണതിൻ്റെ വെള്ളത്തിൻ്റെ കറക്റ്റ് പാകം. ഇനി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കണ കണി എടുക്കുക. ഇതിലേക്ക് ഏറ്റവും ആദ്യം ഈ ചില്ലിടുക. ഏറ്റവും ആദ്യം തേങ്ങ ഇടുക. തേങ്ങ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഈ നനച്ച് വെച്ചേക്കണ പൊടി ഇടുക. ഇതിലേക്ക് തേങ്ങ ഇടുക. അത് ഏറ്റവും ആദ്യം തേങ്ങ ഇടണം, അത് കഴിഞ്ഞിട്ട് പൊടി ഇടണം, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറി മാറി ഇടണം. ഈ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ ഇത് കൈ കൊണ്ട് പതുക്കൊന്ന് അമർത്തി കൊടുക്കുക. മുറുക്കി അമർത്തരുത്, പതുക്കൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പൊട്ട് നമ്മൾ കുത്തിയെടുക്കുമ്പോൾ അതിന് വിട്ടു പോകാണ്ട് കിട്ടും. ഇത് നമുക്ക് മൂടി വയ്ക്കുക. വെള്ളം ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഈ കുക്കർ മൂടി വയ്ക്കുക. കുക്കറിൽ വെള്ളം വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഈ കൂട്ടിൻ്റെ കണക്ക് ഈ പൂട്ട് റെഡി ആയി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് സ്റ്റീം പുറത്തേക്ക് വരും. അങ്ങനെ സ്റ്റീം പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പൂട്ട് നമുക്ക് കണയിൽ നിന്നെടുത്ത് മാറ്റാം. ഇപ്പോൾ പൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇപ്പോൾ പൂട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് കണയിൽ നിന്നെടുത്ത് മാറ്റാം. നമ്മുടെ ചെമ്പാപ്പൂട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പുട്ട് നമ്മൾ കുത്തിയെടുക്കുന്ന സമയത്ത് പുട്ട് പൊടിഞ്ഞു പോകണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ കുറവായിരിക്കും. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുക. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ കറി അല്ലെങ്കിൽ പഴമൊന്നും കൂട്ടാണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്.